വയനാട് മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടാനയെ ഇനി എപ്പോൾ മയക്ക് വെടിവെക്കാൻ സാധിക്കുമെന്നാണ് ദൗത്യസംഘം ഇപ്പോൾ നോക്കുന്നത്. കാരണം ഇത്രയും അധികം സമയം വാഴത്തോപ്പിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ആന. എന്നാൽ അവിടെ നിന്നും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ നിന്നും ആന ജനവാസ മേഖലയിലേക്ക് പോവുകയായിരുന്നു. അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നേരത്തെ സാഹചര്യം അനുകൂലമായിരുന്നു മയക്ക് വെടിവെക്കാൻ. എന്നെങ്കിലും ആന വാഴത്തോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നത് ദൗത്യസംഘത്തിന് കൂടുതൽ വെല്ലുവിളിയായിരുന്നു. ഇതപ്പോൾ കൂടുതൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് ആന ജനവാസ മേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ജോഷില പറഞ്ഞത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കൊക്കെ ആന പോവുകയാണെന്നാണ്. അവിടെ നിരവധി ആളുകൾ ക്ഷേത്ര പരിസരത്തുണ്ട്. അവിടുത്തെ ആളുകൾ പരിഭ്രാന്തരാവുകയും അവിടെ ആർപ്പുവിളികളും കൂക്കിവിളികളും ഒക്കെയായി ആനയ്ക്ക് അത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയാൽ അത് സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. ജോഷില തുടരുന്നുണ്ട്. ജോഷില, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? കുന്നിന്റെ പകുതി ഭാഗത്ത് നിൽക്കുകയാണ്. അത് മുകളിലേക്കും കയറിയിട്ടില്ല, താഴേക്കും വരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. വനപാലകർ അതിന്റെ തൊട്ട് മുകളിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ താഴെയും താഴെയുള്ള വാഴത്തോപ്പിന് അരികെ ചേർന്ന് വനപാലകർ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും അത് താഴെ മയക്കുവെടി വെക്കും എന്നുള്ളത് തന്നെയാണ് തീരുമാനം. എന്തായാലും ആന ഇപ്പോൾ ആ രണ്ട് ഭാഗത്തും അല്ലാത്ത വിധത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല സമയം വൈകുന്നു. അത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കും. ആന അവിടെ നിന്ന് അനങ്ങി തുടങ്ങിയിരിക്കുന്നു. മുകളിലേക്ക് തന്നെ കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വനപാലകർ അതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അതിനെ വഴിതിരിച്ച് ദൗത്യസംഘത്തിന് ആനയെ കാണാൻ സാധിക്കുന്നുണ്ടോ നിലവിൽ? തീർച്ചയായും ദൗത്യസംഘത്തിന് ആനയെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കത് ആന മുകളിലേക്ക് ാണ്. പക്ഷെ വനപാലകർ അതിനെ താഴത്തേക്ക് തന്നെ വരുത്താനുള്ള ശ്രമത്തിലാണ്. അത് ഗതിമാറി താഴത്തേക്ക് വരികയാണെങ്കിൽ വനപാലകർക്ക് സൗകര്യമായിരിക്കും, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ആദിവാസി കോളനി ഉണ്ട് മുകളിൽ. ആ ചുണ്ട ആദിവാസി കോളനിയിലേക്കായിരിക്കും അത് കയറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് പരിസരത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെയും അതിന് മുകളിലുള്ള ബിൽഡിങ്ങുകളിലൊക്കെ തന്നെ ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ട്. അത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആന മുകളിലേക്ക് കയറുന്നുണ്ട്. അതെങ്ങോട്ട് പോകുമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ മാത്രമേ മയക്കുവെടി വെക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയുള്ളൂ. കാരണം ജനവാസ കേന്ദ്രത്തിൽ വെച്ച് മയക്കുവെടി വെക്കാൻ സാധിക്കുകയില്ല. താഴേക്ക് വന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആളില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിയാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ താഴത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ നേരത്തെ ആന നിലയുറപ്പിച്ചിരുന്ന ആ വാഴത്തോപ്പിലേക്ക്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന വാഴത്തോപ്പിലേക്ക് വന്നാൽ മാത്രമേ വാഴത്തോപ്പിൽ നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്ന സ്ഥലത്ത് എത്തിയാൽ മാത്രമേ അവിടെ നിന്ന് മാത്രമേ ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് ജനവാസ കേന്ദ്രത്തോട് അടുക്കുന്തോറും വളരെ സങ്കീർണമായി മാറും മയക്കുവെടി വെക്കുക എന്നുള്ളത്. ആന മയക്കുവെടി ഏറ്റുകഴിഞ്ഞാൽ ആന ഓടാനുള്ള സാധ്യതയുണ്ട്. പരിഭ്രാന്തി പരത്താനുള്ള പ്രകോപനപരമായി ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ വനപാലക അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെയാണ് വരാനായി കാത്തു എന്നുള്ളത് നമുക്ക് കാണാൻ. ജോഷിലയാണ്. ശരി ജോഷില, തുടരുക. ജോഷിലയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മാനന്തവാടിയിൽ രാവിലെ നഗരത്തിലിറങ്ങിയ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇത്രയും അധികം നേരം ആന വാഴത്തോപ്പിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നത് ദൗത്യസംഘത്തിന് മയക്കുവെടി വെക്കാനുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ എല്ലാവരും ആശങ്കപ്പെടുത്തിക്കൊണ്ട് ആന അവിടെ നിന്നും മാറി, അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആന അവിടെ നിന്നും മാറി വീണ്ടും ജനവാസ മേഖലയിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. ജനവാസ മേഖലയിലേക്ക് ആന നീങ്ങുകയാണെങ്കിൽ ഒരു തരത്തിലും ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കില്ല. കാരണം മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആന പരിഭ്രാന്തരാകാനുള്ളൊരു സാധ്യതയുണ്ട്. കുറച്ച് സമയത്തേക്ക് ആന ചിലപ്പോൾ അവിടെ നിന്നും ഓടാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക്, അത്തരമൊരു നടപടിയിലേക്ക് എന്തായാലും ദൗത്യസംഘത്തിന് കടക്കാൻ സാധിക്കില്ല.
ഇപ്പോൾ അവിടെ നിന്നും വാഴത്തോപ്പിൽ നിന്നും വീണ്ടും ആന ജനവാസ മേഖലയിലേക്കാണ് പോയത്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ക്ഷേത്ര പരിസരത്തേക്കായിരുന്നു ആദ്യം പോയിരുന്നത്. അവിടെ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയായിരുന്നു. പരിഭ്രാന്തരായ ആശങ്കയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അത് ആനയ്ക്ക് പ്രകോപനം ഉണ്ടാക്കിയാൽ ഇത്രയും അധികം നേരം ആന അവിടെ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ സൃഷ്ടിച്ചിരുന്നില്ല. ആന ഒരു ഉപദ്രവകാരിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആനയുടെ സ്വഭാവ രീതികൾ, ആനയുടെ ഒരു ചരിത്രമൊക്കെ നോക്കിയാൽ ആന അത്തരമൊരു ഉപദ്രവകാരിയല്ല. എങ്കിലും സ്ഥിരം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അവിടെയുള്ളവരെ ഭീതി പരത്തുന്ന തരത്തിലാണ് ആനയുടെ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മുകൾ ഭാഗത്താണ് ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ. ആന വാഴത്തോപ്പിൽ നിന്നും പോയത് കുറച്ച് മുകൾ ഭാഗത്താണ്. ആന വീണ്ടും താഴത്തേക്ക്, അതായത് വീണ്ടും വാഴത്തോപ്പിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ദൗത്യസംഘത്തിന് മയക്ക് വെടിവെക്കാൻ സാധിക്കുക. വാഴത്തോപ്പിലേക്ക് വന്നാൽ മാത്രമാണ് സാഹചര്യം വീണ്ടും മയക്ക് വെടിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നാണ് ജോഷില നൽകിയ വിവരങ്ങൾ. ജോഷില തുടരുന്നുണ്ട്. ജോഷില, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടോ? ആന താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, വാഴത്തോപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് മുകളിൽ നിന്ന് ജനങ്ങൾ കല്ലെറിയുകയോ മറ്റോ ചെയ്തതോടുകൂടി ആന കുറച്ച് പ്രകോപിതമായിട്ടുണ്ട്. മുകളിലേക്ക് കയറാനുള്ള ശ്രമം വീണ്ടും നടത്തുകയാണ്. എന്നാൽ അത് അരികു ചേർന്ന്, ഇപ്പോൾ വാഴത്തോപ്പിന്റെ അടുത്ത അരികു ചേർന്ന് നേരത്തെ വന്ന വഴിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് വന്ന വഴിയിൽ തന്നെ വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. ആളുകളുടെ പ്രകോപനപരമായ രീതി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആനയെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആനയുടെ പിന്നാലെ തന്നെ കല്ലെറിഞ്ഞും ശബ്ദമുണ്ടാക്കിയും അവർ അതിനെ യഥാർത്ഥ വഴി, നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ ആന നേരത്തെ പോയ വഴിക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തിരിച്ച് വാഴത്തോപ്പിൽ ഇറങ്ങി നേരത്തെ പോയ വഴി, അതായത് അത് രാവിലെ എങ്ങനെയാണോ വന്നത് ആ വഴിക്ക് തന്നെ മടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അത് ദൗത്യസംഘത്തിന് വലിയ പ്രശ്നമായി മാറും. കാരണം ഇത് ജനവാസ കേന്ദ്രത്തിലൂടെയാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തിരിച്ചു പോകുമ്പോൾ അതൊരു വലിയ വിഷയമായി മാറും, സങ്കീർണമായ വിഷയമായി മാറും. മയക്കുവെടി വെക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് തന്നെയായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ച് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കീർത്തി.